ഈ കോമഡി ഇഷ്ടമുള്ള ഒരാൾ ഇതാ ഇപ്പൊ എത്തി നിൽക്കുന്നത് വില്ലൻ റോളുകളിലേക്ക് എത്തിയിരിക്കുന്നു. അതെ അതെ പക്ഷെ ശരിക്കും പറയട്ടെ, നിങ്ങൾ വില്ലൻ ആവുമ്പോണ്ടല്ലോ ശരിക്കും പിടിച്ച് ഒന്ന് പൊട്ടിക്കാനൊക്കെ തോന്നും. അതുപോലുള്ള ദേഷ്യമൊക്കെ വരും. ഒരു സൈക്കോ ആണോ ഈ മനുഷ്യൻ എന്തോ കാണിക്കുന്നതെന്നൊക്കെ വരുന്നത്. അങ്ങനെ ഒരു എവിടെയോ ഒരു ദേഷ്യവും നമുക്ക് തോന്നും. എന്നാ അച്ചോ അയ്യോ എവിടെയോ ഒരു ഇയാളാണല്ലോ എന്ന്. ഇയാളാണല്ലോ എന്നൊരു സാധനം വരും. ഇപ്പൊ കാക്കി സർക്കസിലേക്ക് നമ്മളിത് എത്തി നിൽക്കുമ്പോ അതിങ്ങനെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാക്കി സർക്കസിന്റെ പുതിയ ഇപ്പോഴത്തെ ഒരു വിശേഷമായിട്ട് പറയാനുള്ളത്? ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ പിന്നെ തമിഴും മലയാളവും ഒക്കെ സംസാരിച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. കാക്കി സർക്കസ് എനിക്ക് ഭയങ്കര പേഴ്സണലി പിന്നെ അടുത്തുള്ള ഒരു സിനിമയാണ്. അമീൻ എൻ്റെ സുഹൃത്താണ് ഇതിന്റെ ഡയറക്ടർ, ആകാശ് എൻ്റെ സുഹൃത്താണ് റൈറ്റർ, പിന്നെ നീരജും അമിതും ഒക്കെ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, പിന്നെ ക്യാമറമാന്മാര്. അപ്പം അവർ ഈ കഥ ചർച്ച ചെയ്യുമ്പോഴേ എനിക്കറിയാം. ആ സമയത്ത് ഈ ക്യാരക്ടറിൽ എന്നെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. പിന്നെ എനിക്കെന്തെങ്കിലും ഒരു വേഷം ഇവര് പിന്നെ എന്നെ കണ്ടിട്ടുണ്ടാവും അങ്ങനെ എന്ന് തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്താണ് താമസിക്കുന്നത്, നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. അപ്പൊ എപ്പോഴും സംസാരിക്കാറുണ്ട്. ആദ്യത്തെ പടമായതുകൊണ്ട് തന്നെ പിന്നെ എന്താ രാജേഷേട്ടാ എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വരും. അങ്ങനെ ഒരു സമയത്താണ് ഈ തമിഴിലെ വെബ് സീരീസ് ആണ്, ആദ്യം സിനിമയൊക്കെ ആയിട്ടാണ് ആലോചിച്ചത്. തമിഴിലെ വെബ് സീരീസ് ചെയ്യാൻ പോവാണ്, നല്ലതാണെന്ന് എനിക്ക് തോന്നി. അത് കാരണം അതിനൊരു എപ്പിസോഡ് സ്വഭാവമുള്ളൊരു കഥയാണ്. അപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു. പിന്നെയാണ് ഈ വേഷം നിങ്ങളാണ് ചെയ്യുന്നത് വില്ലൻ എന്നുള്ളത് പറയുന്നത്. എനിക്കാണെന്നുണ്ടെങ്കിൽ വില്ലൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാനുള്ള ഒരു താല്പര്യം. ഒരു ഭ്രാന്തനെ പോലെ. അതെ, ഒരു ഭ്രാന്തനെ പോലെ അലയാണ് എനിക്ക്.